സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില കാര്യങ്ങളെയും പല പഴയ സിനിമയിലെ ഡയലോഗുകളെയും സൂചിപ്പിക്കുന്ന പ്രേമലു സിനിമയിൽ നടത്തിയ ചില റെഫറൻസുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചത്. കമന്റിലൂടെ പലരും അതിനെ കോപ്പിയടി എന്നാണ് പറയുന്നത്. എന്നാൽ അതൊരു കോപ്പിയടി ആണോ? സിനിമാ ഡയലോഗുകൾ പറയുന്നതും സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിക്കുന്നതുമെല്ലാം നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. സിനിമയിലെ കഥാപാത്രങ്ങളും അത് ചെയ്തിരിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? സിനിമയിൽ ദാമുവിനെ പോലെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി അതുപോലെ ഒരു സിറ്റുവേഷനും ഉണ്ടാക്കി ഇങ്ങനെ പറയിപ്പിച്ചാൽ മാത്രമേ അതൊരു കോപ്പിയടിയാകൂ. അല്ലാത്ത പക്ഷം അത് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായ സിനിമകളെയോ സംഭവങ്ങളെയോ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ അടുത്തിറങ്ങിയ പല സിനിമകളിലും അത് ചെയ്തിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില കാര്യങ്ങളെയും പല പഴയ മലയാള സിനിമകളെയും സൂചിപ്പിച്ച സിനിമാ രംഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്നും സംസാരിക്കുന്നത്. പൃഥ്വിരാജ്, ബേസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനട. സിനിമയുടെ ടീസറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. സിനിമയിലെ ഈ രംഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു രംഗമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. മലയാളികളെ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് ഞെട്ടിച്ച ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിം ആയിരുന്നു കായൽ. ആ ഷോർട്ട് ഫിലിമിലെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു ഈ രംഗം. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. നിങ്ങൾ എല്ലാവരും വരണം. സിനിമയിൽ മറ്റൊരു കഥാപാത്രം തന്റെ പേര് പറയുന്ന ഒരു രംഗമുണ്ട്. മായൻകുട്ടി വി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ പ്രശസ്തമായ ഒരു ഡയലോഗാണിത്. മായാവി സിനിമയിൽ സലിം കുമാർ അവതരിപ്പിച്ച കണ്ണൻ സറങ് എന്ന കഥാപാത്രത്തിന്റെ ഡയലോഗ്. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. അത് ചുരുക്കി മായാവി എന്ന് വിളിച്ചത് ഞാൻ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലെ ആ കഥാപാത്രത്തിന്റെ പേര് ഈ ഒരു സിനിമാ രംഗത്തെ സൂചിപ്പിക്കുന്നു. നിന്നെ എനിക്ക് വേണം. എനിക്ക് തൃശ്ശൂർ വേണം. 2024 ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ആവേശം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള റെഫറൻസുകളുണ്ട്. സിനിമയിൽ രംഗണ്ണൻ റീൽസ് ചെയ്യുന്ന ചില രംഗങ്ങളുണ്ട്. കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിരുന്ന ചില റീൽസ് തന്നെയാണ് രംഗണ്ണനും ചെയ്യുന്നത്. സിനിമയിൽ ഫഹദ് ഫാസിൽ തന്റെ തന്നെ ചില സിനിമകളുടെ റെഫറൻസുകൾ ചെയ്യുന്നുണ്ട്. 2019 മധു സി നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച സൈക്കോ ഷമിയുടെ ഒരു രംഗമാണിത്. ഇതുപോലെ തന്നെ ഒരു രംഗം ആവേശം സിനിമയിലും ഫഹദ് ഫാസിൽ ചെയ്യുന്നുണ്ട്. സിനിമയിൽ നിന്നും ഒഴിവാക്കിയ ഒരു രംഗമായിരുന്നു ഇത്. കയ്യെത്തും ദൂരത്ത് എന്ന പേരിൽ 2002 റിലീസ് ചെയ്ത ഫഹദ് ഫാസിലിന്റെ ആദ്യ സിനിമയിലെ ഗാനം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. സിനിമയിലെ ആർമാദം സോങ്ങിനിടയിൽ രംഗണ്ണന്റെ ഒരു ഡാൻസ് ഉണ്ട്. 2011 പൃഥ്വിരാജ് ചിത്രം തേജാബായ് ആൻഡ് ഫാമിലിയിൽ സുരാജ് വഞ്ഞാറമൂട് ചെയ്ത അതേ സ്റ്റെപ്പുകളാണ് അവിടെ കാണിക്കുന്നത്. കന്നഡ സംസാരിക്കുന്ന ഒരു ഗാങ്സ്റ്ററിന്റെ കഥ തന്നെയാണ് ചട്ടമ്പിനാടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവേശത്തിലെ ചില ഡയലോഗുകൾ ചട്ടമ്പിനാടുമായി ഏറെ സാമ്യമുള്ളതാണ്. രണ്ടായിരത്തി 2019 ലോകേഷ് സംവിധാനം ചെയ്ത കാർത്തി ചിത്രമായ കൈദിയിലേത് പോലെയുള്ള ഒരു ഫൈറ്റ് രംഗം ആ സിനിമയിലും കാണാം. സജിൻ ഗോപു അവതരിപ്പിച്ച അംബാൻ എന്ന കഥാപാത്രത്തിന്റെ ഈ ഒരു രംഗം ശ്രദ്ധിക്കുക. കൈദി സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തും അതുപോലൊരു രംഗം കാണാം. KGF സിനിമയുടെ റെഫറൻസ് ആയിക്കൊണ്ട് അതിലെ പ്രസിദ്ധമായ ഒരു ഗാനം സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോകപ്രസിദ്ധമായ ഒരു സൈക്കോ സിനിമയാണ് ദ ഷൈനിങ്. ആ സിനിമയിലെ പ്രസിദ്ധമായ ഒരു രംഗമായിരുന്നു ഇത്. ആ രംഗത്തിന്റെ റെഫറൻസ് ആയിക്കൊണ്ടാണ് ആവേശത്തിന്റെ ക്ലൈമാക്സിലെ ഈ രംഗമെന്ന് പലരും പറയുന്നുണ്ട്. ഈ ബ്രില്യൻസുകളെല്ലാം തന്നെ സംവിധായകനെയും അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ +1 എന്ന് കമന്റ് ചെയ്യുമല്ലോ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണിത്. കുറച്ച് വെള്ളം ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസനും ചെയ്ത നാടോടിക്കാറ്റിലെ പ്രസിദ്ധമായ ഒരു ഡയലോഗിനെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ.
കുറച്ച് ചേർക്കല്ലേ? ചേർക്കാം. ഷാരിസ് മുഹമ്മദ് എഴുതി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻപോളി ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ആ ഒരു സിനിമയിൽ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന ഒരു യഥാർത്ഥ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നീ വേറെയൊന്നുമല്ല, ഇങ്ങ് വാ. നാളെ തോന്നിയാ ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുസ്തഫന്ന് തോന്നിപ്പോയാ. ഈ ഒരു വീഡിയോയാണ് സിനിമയിലും അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തത്. ഡയലോഗുകളും ഏകദേശം ഒരുപോലെയാണ്. 2023 സുധി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് നെയ്മർ. മാത്യു തോമസ്, നെസ്ലൻ കെ ഗഫൂർ എന്നിവരായിരുന്നു സിനിമയിലേക്ക്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നെൽസൺ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. മാത്യു തോമസ്, നെസ്ലൻ കെ ഗഫൂർ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ ഒരു സിനിമയിൽ ഒരു യൂട്യൂബ് ചാനലിനെ കാണിക്കുന്നുണ്ട്. இன்னைக்கு பொடி எல்லாரும் வாங்கோ. Always welcome. വില്ലേജ് കുക്കിംഗ് ചാനലാണ് ആ സിനിമയിലും കാണിക്കുന്നത്. മറ്റൊരു സിനിമയിൽ വില്ലേജ് ഫുഡ് ചാനലും ഫിറോസ് ചുട്ടിപ്പാറയും കാണിക്കുന്നുണ്ട്. 2021 ചിദംബരം സംവിധാനം ചെയ്ത ജാനേമൻ എന്ന സിനിമയിൽ ബേസിൽ ചെയ്ത കഥാപാത്രം യൂട്യൂബ് ചാനൽ കാണുന്നതായിട്ടുള്ള ഒരു രംഗത്തിലായിരുന്നു അത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നല്ല കുരുമുളക് ഇട്ട് വരട്ടി എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുൻപേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിറോസ് ചുട്ടിപ്പാറയുടെ ഒരു യഥാർത്ഥ വീഡിയോ സിനിമയിൽ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് സംഗതിയൊക്കെ വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറല്ലേ? സൂപ്പറായിട്ടുണ്ട് ഫിറോസ്ക. 2022 ഷാഹി കബീർ സംവിധാനം ചെയ്ത് സൗബിൻ ഷായർ, സുധി കോപ്പ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഇലവീഴ പൂഞ്ചിറ. ആ സിനിമയിൽ ചില ബ്ലോഗേഴ്സിനെ കാണിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇത് എന്തൊരു തെമ്മാടിത്തരാണ് ഗൈസ്. ഇത് കേരള പോലീസിന്റെ തെമ്മാടിത്തരല്ലേ. കേരളം കത്തണം ഗൈസ്, കേരളം കത്തണം. MVD കേസിൽ കേരളം കത്തിക്കാനിറങ്ങിയ വ്ലോഗേഴ്സിനെയാണ് ആ രംഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. 2019 കലാഭവൻ ഷാജോൺ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് ബ്രദേഴ്സ് ഡേ. അക്കാലത്ത് വൻ പ്രചാരത്തിലുള്ള ഒരു മൊബൈൽ ഗെയിമിനെ കുറിച്ചാണ് ആ സിനിമയിൽ ഒരു രംഗം. ടിക്ടോക്ക് വളരെ ഹിറ്റായിരിക്കുന്ന ഒരു സമയത്തായിരുന്നു മമ്മൂട്ടി ചിത്രം ഷൈലോക്ക് റിലീസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ മമ്മൂട്ടി ടിക്ടോക്ക് ചെയ്യുന്ന ഒരു രംഗവുമുണ്ട്. ഒമർ ലുലു സംവിധാനം ചെയ്ത ധമാക്ക എന്ന സിനിമയിലെ ഒരു രംഗമായിരുന്നു ഇത്. പുലർത്താൻ വേണ്ടി മീൻ വിൽക്കാനെത്തിയ ബിടെക് ബിരുദധാരിയാണ് ശിവ. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ രംഗം ചെയ്തത്. ഹനാൻ എന്ന പെൺകുട്ടി സ്കൂൾ യൂണിഫോമിൽ മീൻ വിറ്റ സംഭവം. 5 മണി ഷാർപ്പ് 5 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ചെമ്പക്കര മാർക്കറ്റില് എന്നെ ഈ തൃശ്ശൂർക്കാരിനെ വന്ന് കാണാം. ഒരുപാട് സിനിമകളിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ മറ്റു സിനിമകളെ സൂചിപ്പിക്കുന്ന സിനിമാ രംഗങ്ങളുമുണ്ട്. അവയും കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.